Hello guys, welcome back to my YouTube channel Sandra's Heaven. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ഫേസ് പാക്കാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, വലിയ കോമൺ ആയിട്ടുള്ള സംഭവമല്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യം ഉറപ്പാണ്. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ്. എന്തായാലും ഇതൊന്ന് ഒരു ജസ്റ്റ് നമുക്ക് വീട്ടിൽ ജസ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ടൈം മാത്രം എടുത്താൽ മതി. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതും കൂടെയാണ്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹലോ, അപ്പോൾ നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഓട്സാണ് എടുക്കുന്നത്. ഓട്സ് പൊടിച്ചെടുത്ത ഓട്സാണ് എടുക്കുന്നത്. അല്ലാതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പൊടിച്ച ഓട്സ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. ഇവിടെ ഞാനൊരു 4 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 4 ചെറിയ സ്പൂണാണ്, വലിയ സ്പൂണല്ല, 4 ചെറിയ സ്പൂൺ എടുത്തിട്ടുള്ളത്. അത് മാത്രം മതി. മുഖത്തും കഴുത്തിലുമൊക്കെ അപ്ലൈ ചെയ്യാം, അത് മാത്രം മതി. പിന്നെ ദേഹത്ത് ഫുൾ അപ്ലൈ ചെയ്യാൻ്റെ ആവശ്യമൊന്നും വരാറില്ല, കാരണം ഓട്സിനൊക്കെ റേറ്റ് കൂടുതലാണല്ലോ. അപ്പോൾ നമ്മുടെ ഫേസിലും കഴുത്തിലും മാത്രം അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എല്ലായിടത്തും അപ്ലൈ ചെയ്താൽ കുഴപ്പമുണ്ടെന്നല്ല, പ്രൈവറ്റ് പാർട്ട് ഒഴികെ നമുക്ക് എവിടെ വേണം അപ്ലൈ ചെയ്യാം, പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ ഇതായിരിക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ പശുമ്പാലാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആടിൻ്റെ പാലായാലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മളിവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 സ്പൂൺ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയില്ലാന്ന് നോക്കിയിട്ട് വേണം ഗ്യാസിൽ വെക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓട്സ് കാച്ചാനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ഗ്യാസിലേക്ക് വെക്കുമ്പോൾ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ജസ്റ്റ് ഒന്ന് കുറുകിയത് ഈ ഒരു രീതി കിട്ടും. ഇത് നമ്മൾ ഇതിലേക്ക് ഗ്യാസിൽ നിന്ന് മാറ്റുമ്പോൾ തന്നെ കുറച്ചും കൂടെ കട്ടി വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് കട്ടി ആവുന്നത് വരെ വെച്ചുകൊണ്ട് നിൽക്കരുത്. ഇത്രയും കട്ടി വരുന്നപ്പോൾ മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അതിനു മുമ്പ് നിങ്ങളൊരു ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുക. പിന്നെ അതുപോലെ തന്നെ ഒരു പാച്ച് ടെസ്റ്റും ചെയ്യേണ്ടതാണ്. ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇതിനേക്കാളും നല്ലത് കഴിച്ചാൽ പോരെ എന്നുള്ളൊരു ചോദ്യം വരും. ആക്ച്വലി നമുക്ക് ഈ ശർക്കര എന്ന് പറയുന്ന സാധനം ഉള്ളിൽ കഴിക്കുക അത്ര നല്ലതല്ല. അതിപ്പോൾ ഷുഗർ ആയിരുന്നാലും ശർക്കര ആയിരുന്നാലും ഉള്ളിൽ കഴിക്കുന്ന നല്ലതല്ല. പക്ഷേ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ ഓട്സും പാലും മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അതല്ല, ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല, ഉള്ളിൽ കഴിക്കാൻ ഒട്ടും നല്ലതല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് തന്നെ കാണിക്കുന്നത്. ഇപ്പം തന്നെ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഒരുപാട് അങ്ങ് ഉണങ്ങി ഡ്രൈ ആവരുത്. ഓയിൽ സ്കിന്നുള്ളവർക്ക് കുഴപ്പമില്ല, ഉണങ്ങി ഡ്രൈ ആയിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഉണങ്ങി അങ്ങ് ഡ്രൈ ആവുന്നത് വരെ വെച്ചുകൊണ്ടിരിക്കരുത്. അതിന് മുമ്പ് ഫേസ് കഴുകി കളയണം. നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ നല്ല സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പം ഞാനത് വാഷ് ചെയ്ത് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 2 സൈഡ് 2 കളറായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇതൊരു കളറിനെയും അപമാനിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കാണും ഇതുപോലെ നമ്മുടെ സ്കിന്നിന് ചെറിയ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രൈറ്റ്നസ് വരുത്തണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് കാണുക, അല്ലെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. എന്നാൽ എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും സ്കിൻ കെയർ ചെയ്യുന്നതും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതും. ആവശ്യമുള്ളവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫേസിൽ നന്നായിട്ട് ഇത് കഴുകി കളയുന്നുണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇത് കഴുകി കളയുന്നത്. അപ്പോൾ ഇതെന്തായാലും കഴുകി കളയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എത്രമാത്രം വ്യത്യാസമുണ്ട്. ഒരു സൈഡിൽ ഒരു കളറും മറ്റൊരു സൈഡിൽ വേറൊരു കളറുമായിട്ടുണ്ട്. അപ്പോൾ നല്ല റിസൾട്ടാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി. എപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ പട്ടിണിയാവും. ഓക്കെ, ഇത് റേറ്റാണ് ഓട്സിന്. അപ്പോൾ എപ്പോഴും നമ്മളെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അമ്മ ഇറങ്ങി ഓട്ടിക്കും. അതുകൊണ്ട് ഉള്ളിൽ കഴിക്കാനും കൂടെ നോക്കുക. ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ ശർക്കരയൊന്നും ഇട്ടിട്ട് ഉള്ളിൽ കഴിക്കാൻ നോക്കരുത്. അത്ര നല്ലതല്ല, അത്ര സ്കിന്നിന് അത്ര നല്ലതല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ടാറ്റാ. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇനി ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞൊരു ഡ്രിങ്കിനെ പറ്റിയാണ്, സ്കിൻ വൈറ്റനിങ് ഡ്രിങ്കിനെ പറ്റിയാണ്. അത് വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു. എനിക്ക് പറ്റിയിട്ടില്ല, അതിൻ്റെ സാധനങ്ങളൊക്കെ തീർന്നു പോയി, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഉടനെ അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. ചെറിയ ഡൗട്ടായാലും വലിയ ഡൗട്ടായാലും എന്തായിരുന്നാലും ആ വീഡിയോസിനെ പറ്റിയുള്ള ഏത് ഡൗട്ടായിരുന്നാലും ഞാൻ കമൻറ്റ് ചെയ്യുന്നുണ്ട്. മിക്കപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട്. ഇനി അഥവാ കമൻറ്റ് ചെയ്യാത്തതാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കാണാത്തതോ വിട്ടുപോയതോ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. അങ്ങനെ വിട്ടുപോയിട്ടോ കാണാതെ പോയാണെങ്കിൽ ഒന്നും കൂടെ കമൻറ്റ് ചെയ്താൽ എനിക്ക് വീണ്ടും കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് ക്ഷമിക്കുക. ഓക്കെ, പിന്നെ വേറൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇനി ഏതെങ്കിലും വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.